വളരെയധികം ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളൊരു വേൾഡിലോട്ടാണ് പോകുന്നത്. എസ്പെഷ്യലി ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയൊക്കെ കാലഘട്ടത്തിൽ. അപ്പൊ ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാരും നമ്മൾ തന്നെ പേരൻസ് നമ്മൾ തന്നെ വിചാരിക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നാൽ എന്ത് സംഭവിക്കാനാണ് എന്ന് വിചാരിക്കുമ്പോൾ ഇൻഫോസിസിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇൻഫോസിസിൽ ഞാൻ ജോലി ചെയ്തത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടാണ്. ഞാൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്ത് നിന്നും പാസ് ഔട്ട് ആയിട്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് ഏറ്റവും താഴത്തെ എൻട്രി ലെവലിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. അതായത് അടുത്ത ഒരു 5 കൊല്ലത്തിനിടയ്ക്ക് നമ്മളുടെ പല ആൾക്കാരും 30% കൂടുതൽ ആളുകൾ വർക്ക് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മേഖലകളിലായിരിക്കും വർക്ക് ചെയ്യാൻ പോകുന്നതാണ്. നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത മേഖലകളിലായിരിക്കും 30% ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഗ്രാജുവേറ്റ്സ് വർക്ക് ചെയ്യാൻ പോകുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ തൊഴിൽ മേഖല വളരെയധികം ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവസരങ്ങളും അതിനനുസരിച്ച് പുതിയ പുതിയ അവസരങ്ങൾ വരും. പക്ഷേ നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള സാധാരണ പഠനവും SLC പഠിച്ച് +2 പഠിച്ച് നേരെ ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് കോഴ്സിനോ മെഡിസിനോ പോയി ജോയിൻ ചെയ്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ജോലി കിട്ടണം എന്നുള്ള കൃത്യമായ അവസരങ്ങൾ കിട്ടണം എന്നില്ല. അപ്പൊ അതിനനുസരിച്ച് കുട്ടികളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് നമ്മളുടെ രക്ഷിതാക്കളുടെ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തം എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ ഒന്നാമതായിട്ട് പറയാനുള്ളത്.